ഇലക്ട്രിക്കൽ എഡ്യൂസോണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഇന്നിപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് SSC JEൻ്റെ ഇലക്ട്രിക്കലിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അതിൻ്റെ പാർട്ട് 5 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഓൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺസെപ്റ്റ് ദ സൂപ്പർ പൊസിഷൻ തിയറം ഈസ് ബേസ്ഡ്? ഓൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺസെപ്റ്റ് ദ സൂപ്പർ പൊസിഷൻ തിയറം ഈസ് ബേസ്ഡ്? ഏതാ? ഡ്യുവാലിറ്റി ആണോ, ലിനിയാരിറ്റി ആണോ, റെസിപ്രോസിറ്റി ആണോ, നോൺ ലിനിയാരിറ്റി ആണോ? എന്താ? ലീനിയാരിറ്റി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക അല്ലേ? ലീനിയാരിറ്റി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലേ? സൂപ്പർ പൊസിഷൻ തിയറിനെ ലീനിയർ നെറ്റ്വർക്കിലാണ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എൻ ഐഡിയൽ കറണ്ട് സോഴ്സസ്. ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എൻ ഐഡിയൽ കറണ്ട് സോഴ്സസ്. എന്താ ഐഡിയൽ കറണ്ട് സോഴ്സിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് വരിക? നേരത്തെ പറഞ്ഞിട്ടല്ലേ, വോൾട്ടേജ് സോഴ്സിന് വെച്ചാൽ സീരീസ് ആയിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യുക? RS = 0 ആയിട്ട് വരും. ഓക്കെ, കറണ്ട് സോഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക? പാരലായിട്ടാണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? RS = എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് ഇൻഫിനിറ്റി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ SSC JEക്ക് ചോദിച്ചിട്ടുള്ളൂ. കൺസെപ്റ്റ് അറിയാതിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ദ വാല്യൂ ഓഫ് കറന്റ് flowing between points B and C in the circuit shown below is. The value of current flowing between points B and C in the circuit shown below is. എന്താ നോക്കൂ, ഇത് കണ്ടാൽ തന്നെ പെട്ടെന്ന് കാണുമ്പോൾ കുറച്ച് ഡൗട്ട് ആണ്. 4, 2, 2 അങ്ങനെ വരും. പക്ഷെ ഇതെന്താ? ബാലൻസ്ഡ് കണ്ടീഷനാണ് അല്ലേ? R1, R2, R3, R4. ആസ് പെർ ബാലൻസ് തിയർ എന്താ വരിക? R1 × R4 = എന്ത് വരും? R2 × R3 വരും അല്ലേ? അപ്പോൾ ഇത് ഇവിടെ നോക്ക്, 2 × 2 = 2 × 2 അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഇതിലേക്കൂടെ എന്ത് ചെയ്യില്ല? കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 0 ആംപിയർ ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. 0 ആംപിയർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലേ? നമ്മൾ ബാലൻസിൻ്റെ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 2 voltage sources of 12 volt each of which can be loaded up to 10 ampere are connected in parallel. Which of the following statement about the circuit is true? Which of the following statements about the circuit is true? എന്താണ് കറക്റ്റ് ആൻസർ പറയും? The total voltage is 24 volt. Total voltage is 0. The arrangement can be loaded up to 10 ampere maximum. The voltage source connected in parallel can supply maximum of current of 20 ampere. എന്താ വരിക നോക്കൂ? ഈച്ച് വോൾട്ടേജ് സോഴ്സ് എത്ര പറഞ്ഞാൽ? 12 volt 10 ampere ആണെന്ന് പറഞ്ഞു. 12 volt 10 ampere. പാരലാകുമ്പോൾ എന്ത് ചെയ്യുക? വോൾട്ടേജ് സെയിം ആണ് അല്ലേ? അപ്പം ഇതല്ല, വോൾട്ടേജ് 0 അതുമല്ല. പിന്നെന്താ? ദിസ് അറേഞ്ച് ക്യാൻ ബി ലോഡർ അപ് ടു മാക്സിമം 10 ampere മാക്സിമം, അതുമല്ല. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ദ വോൾട്ടേജ് സോഴ്സ് കണക്റ്റഡ് ഇൻ എ പാരലൽ ക്യാൻ സപ്ലൈ മാക്സിമം കറണ്ട് ഓഫ് 20 ampere. ഓക്കെ, അത് കാരണം എന്താ? ഇത് രണ്ടും കൂടി സപ്ലൈ ചെയ്യുന്ന എത്രയുടെ കേസിൽ അപ്ലൈ ചെയ്ത എത്രയും 10 ആയ എത്ര? 20 ampere. ക്യാൻ സപ്ലൈ മാക്സിമം കറണ്ട് ഓഫ് 20 ampere. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സിമ്പിളായ ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഓൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺസെപ്റ്റ് ദ സൂപ്പർ പൊസിഷൻ തിയറം ഈസ് ബേസ്ഡ്? ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് എന്താ? ലീനിയാരിറ്റി ആണ് ആൻസർ വരിക. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് കറണ്ട് in ആംപിയർ ഫോർ ദ ഗിവൺ ഇലക്ട്രിക്കൽ സർക്യൂട്ട്? അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം നോക്ക്. അതായത് നമുക്ക് കറണ്ട് എല്ലാം ലീവ് ചെയ്യുന്ന നമുക്ക് എടുക്കാം. ഓക്കെ, ലീവ് ചെയ്യുന്ന ഇത് നമ്മൾ വോൾട്ടേജ് V ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാം? V - 60/2 + V/6. ഓക്കെ, + V - 30/3 എന്ത് വരും? 3. ഓക്കെ, വിച്ച് ഈസ് = 20. അപ്പോൾ നമുക്ക് 6 LCM 12 LCM ആയിട്ട് എടുക്കാം. 12 LCM ആയിട്ട് എടുത്താൽ 6V - എന്ത് വരും? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 360 എന്ന് വരും. ഓക്കെ, + V + എന്ത് വരും? +2 വരും. 12 നമ്മൾ LCM ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, 6V - 360 + 2V + എന്ത് വരും? 4V - 120 = എന്ത് വരും? 12 × 2 240 എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്ത് വരും? 4 × 2 6 12 വോൾട്ട് 12V = എന്ത് വരും? 240 360 എന്ന് പറഞ്ഞാൽ എത്ര? 700 ആയി. 700 820 ആയി. ഓക്കെ, അപ്പോൾ V എന്ന് പറഞ്ഞാൽ എന്ത് വരും? 820/12. അപ്പം 60 720 ആണ് ആൻസർ വരിക. 360 × 240 എന്ന് പറഞ്ഞാൽ 600 അല്ലേ? 360 × 240 അപ്പോൾ എന്താ? 720 ആണ് കേട്ടോ വരിക. ഓക്കെ, എന്നാലും ഇവിടെ കറക്റ്റായിട്ട് പോവുള്ളൂ. ഓക്കെ, അപ്പോൾ 720/12 വന്നു. അപ്പോൾ എന്താ? 60 വരും. ഓക്കെ, V = 60 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ചോദിച്ചേക്കുന്നത് I ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ I എന്ന് പറഞ്ഞാൽ അത്ര വരും? 60/6 വരും. 10 ആംപിയർ. ഓപ്ഷൻ
ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക 10 ആംപിയർ. ഓക്കെ, സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് കറണ്ട് ത്രൂ 8 ohm റെസിസ്റ്റർ? വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് കറണ്ട് ത്രൂ 8 ohm റെസിസ്റ്റർ? അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് വി ആയിട്ട് എടുക്കാം. ഓക്കെ, കറണ്ട് ലീവിങ് ആയിട്ട് എടുക്കാമല്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, വി മൈനസ് 36 ഡിവൈഡ് ബൈ 2 പ്ലസ് വി ബൈ 8. ഓക്കെ, പ്ലസ് വി ബൈ 8 ഇസ് ഈക്വൽ ടു 0. 8 LCM ആയിട്ട് എടുത്താൽ 4v മൈനസ് 36 72 144 അല്ലേ, 144 പ്ലസ് 2v ഇസ് ഈക്വൽ ടു 0 ആയി. 6v ഇസ് ഈക്വൽ ടു 144 ആയി. v ഇസ് ഈക്വൽ ടു എന്തെങ്കിലും 144 ഡിവൈഡ് ബൈ 6 വരും. അപ്പോൾ 24 കിട്ടും. ഓക്കെ, 24 വരിക. ഓക്കെ, 24 കിട്ടും. നമ്മളുടെ ചോദിച്ചാൽ എന്താ, ത്രൂ 8 ohm ആണ് ചോദിച്ചേക്കുന്നത്. 24 ഡിവൈഡ് ബൈ 8, അപ്പോൾ 3 ആംപിയർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. എ കറന്റ് ഓഫ് 5 ആംപിയർ ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ അഗൈൻസ്റ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 200 വോൾട്ട്. ദ പവർ ഡിസിപ്പേറ്റഡ് വിൽ ബി എത്ര വരും, പി ഈസ് ഈക്വൽ ടു എന്താ, വി ഇൻറ്റു ഐ ആണ്. അപ്പോൾ എന്താ 200 ഇൻറ്റു 5, അപ്പോൾ അത്ര 1000 വാട്ട്സ്. സിമ്പിളായ ഒരു ക്വസ്റ്റൻ ആണ്, ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റൻ ആണ് SSCക്ക്. ഓക്കെ, 1000 വാട്ട്സ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. Which of the statement about the circuit shown in the figure is true? Which of the statements about the circuit shown in the figure is true? The voltage sources V1 and V2 are connected in series. തെറ്റ്. The resistance R1 and R2 are connected in parallel. അതും തെറ്റ്. The voltage sources V1 and V2 are connected in parallel. Correct. Option 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. The resistance R1 and R2 R3 are connected in parallel എന്ന് പറഞ്ഞാൽ റോങ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. Which of the following formula is used to calculate the total resistance of the circuit shown below? Okay, അപ്പോൾ എന്താ ആൻസർ വരിക, 1/R is equal to 1/R1 plus 1/R2 plus etc plus എന്ത് വരും, 1/Rn വരും. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടോ, 1/R is equal to 1/R1 plus 1. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. 1/R is equal to 1/R1 plus 1/R2 plus etc plus 1/Rn. ഓക്കെ, സിമ്പിളായ ഒരു ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഓംസ് ലോ ഈസ് അപ്ലിക്കബിൾ ടു എന്താ, നൺ ഓഫ് ദീസ് ആണ്. കാരണം എന്താ, കണ്ടക്ടേഴ്സിൽ മാത്രമേ എന്ത് ചെയ്യില്ല, നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സിമ്പിളായൊരു ക്വസ്റ്റൻ. ഓക്കെ, നൺ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ദ എലമെന്റ്സ് വിച്ച് ആർ നോട്ട് കാപ്പബിൾ ഓഫ് ഡെലിവറിങ് എനർജി ബൈ ഇറ്റ്സ് ഓൺ ആർ നോൺ ആസ് എന്താ, നോട്ട് കാപ്പബിൾ ഓഫ് ഡെലിവറിങ് എനർജി ആണ് പാസീവ് എലമെന്റ്സ് ആണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, പാസീവ് എലമെന്റ്സ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എ നെറ്റ്വർക്ക് ഹാസ് 4 nodes and 3 independent loops. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻ ദ നെറ്റ്വർക്ക്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻ ദ നെറ്റ്വർക്ക്? നമുക്കറിയാം എന്താ, L is equal to എന്താ, B minus N minus 1 ആണ്. N എന്ന് വെച്ചാൽ ലൂപ്പ്, L എന്ന് വെച്ചാൽ ലൂപ്സ്, B എന്ന് വെച്ചാൽ ബ്രാഞ്ചസ്, N എന്ന് പറഞ്ഞാൽ നോഡ്. നമ്മുടെ എന്താ ചോദിക്കുന്നത്, B ആണ് ചോദിക്കുന്നത്. B എന്ന് പറഞ്ഞാൽ എന്താ, L plus N minus 1. ഇപ്പോൾ L എന്ന് പറഞ്ഞാൽ 4, L എന്ന് വെച്ചാൽ 3 തന്നിട്ടുണ്ട്, 3 plus 4 minus 1, 6 ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓപ്ഷൻ 6 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആവും. ഓൾറെഡി നമ്മൾ പറയുന്നത് 0 internal റെസിസ്റ്റൻസ് അല്ലേ. ഐഡിയൽ വോൾട്ടേജ് സോഴ്സിൻ്റെ കേസിൽ നമ്മൾ എന്താ പറയുക, 0 internal റെസിസ്റ്റൻസ് ആണ് ഉണ്ടാവുക. R is equal to 0. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എ വോൾട്ടേജ് സോഴ്സ് ഹാവിംഗ് എൻ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഓഫ് 100 volt ആൻഡ് ഇന്റർണൽ റെസിസ്റ്റൻസ് ഓഫ് 50 ohm ഈസ് ഈക്വലന്റ് ടു എന്താ, അത് ഞാൻ പറഞ്ഞത് വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, വോൾട്ടേജ് സോഴ്സ് ഹാവ് എൻ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഓഫ് 100 volt ആൻഡ് ഇന്റർണൽ റെസിസ്റ്റൻസ് ഓഫ് 50 ohm. ഓക്കെ, അപ്പോൾ ഇതാണ് പറഞ്ഞേക്കുന്നത്. എത്ര, 100 volt തന്നിട്ടുണ്ട്, മറ്റേ എത്ര, 50 ohm തന്നിട്ട്. അതായത് വോൾട്ടേജ് സോഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് എ കറണ്ട് സോഴ്സ് ഹാവിംഗ് ഇൻ പാരലൽ, കറണ്ട് സോഴ്സ് ഹാവിംഗ് എ റെസിസ്റ്റർ ഇൻ പാരലൽ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ എന്തായിരിക്കും, 100/50 ആയിരിക്കും, ഇത് 50 ആയിരിക്കും. അപ്പോൾ 2 ആംപിയർ ഇൻ പാരലൽ വിത്ത് 50 ohm, 2 ആംപിയർ ഇൻ പാരലൽ വിത്ത് 50 ohm. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. 2 ആംപിയർ ഇൻ പാരലൽ വിത്ത് 50 ohm. സിമ്പിളായൊരു ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Consider the circuit given below. What is the power dissipated by the 24 volt source? Power dissipated by the 24 volt source. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം, ഇവിടെ ഇപ്പോൾ 24 ആണ് നമുക്കറിയാം. ഓക്കെ, ഉണ്ടാകുന്ന 24 volt ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പം ഇവിടെ ഉണ്ടാകുന്ന IR-ൻ്റെ വാല്യൂ എന്തായിരിക്കും, IR is equal to നമുക്ക് എന്താ, 24/6 ആണ്. അപ്പോൾ എന്താ, 4 ആംപിയർ ആണ് ഉണ്ടാവുക. ഓക്കെ, 2IR എന്ന് വെച്ചാൽ എന്തെങ്കിലും 8 ആംപിയർ ആയിരിക്കും ഉണ്ടാവുക. എന്താ നമ്മളോട് ചോദിച്ചേക്കുന്നത്, വാട്ട് ഈസ് ദ പവർ ഡെലിവേർഡ് ബൈ ദ 24 volt സോഴ്സ്. അതായത് IR എന്ന് വെച്ചാൽ എത്ര, 4 ആംപിയർ, ഇവിടെ എത്ര, 8 ആംപിയർ. 4ഉം 8ഉം വന്നാൽ ഇങ്ങോട്ട് എത്ര പോകും, 12 പോകും. 12 × 24 ആണ് ആൻസർ വരിക. P is equal to 24 × 12. അപ്പോൾ അത്ര ആൻസർ വരിക, 8 ലാസ്റ്റ് ചെയ്യുന്ന 288 മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ 240 + 48, അപ്പോൾ 288. ഓക്കെ,
അപ്പോൾ എന്ത് ചെയ്യുക, പവർ ഡെലിവേർഡ് ആണ്. കാരണം എന്താ, പ്ലസ് മൈനസ് പ്ലസ് ഇപ്പം ഇങ്ങനെയാണെന്നുണ്ട് വിചാരിച്ചോ. ഓക്കെ, ഇങ്ങനെ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പവർ എന്ത് ചെയ്യും, ഡെലിവേർഡ് ആണെന്ന് പറയും. ഓക്കെ, അതേപോലെ ഇപ്പം ഇങ്ങനെയാണെങ്കിലോ അബ്സോർബിങ് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അബ്സോർബിങ് എന്ന് പറയും. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക, ഇത് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. പവർ ഡെലിവേർഡും അതേപോലെ എന്താ പറയും, പവർ അബ്സോർബ്ഡും. ഓക്കെ, അതായത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറയാം. ഓക്കെ, ഇപ്പോൾ ഇതൊരു കേസ്, ഇത് വേറൊരു കേസ്. ഓക്കെ, ഇതിപ്പോൾ 2 കേസായിട്ട് പറഞ്ഞു. പിന്നെ നമ്മൾ പറയാമെന്ന് വെച്ചാൽ കറണ്ട് പോകുന്നത് പ്ലസ് മൈനസ്, അതിലിത് വേറൊരു കേസ്. ഓക്കെ, അപ്പോൾ ഈ കേസിലാണെങ്കിലോ അബ്സോർബിങ് എന്ന് പറയും. ഓക്കെ, ഈ കേസിലാണെങ്കിൽ ഡെലിവറിങ് എന്ന് പറയും. അതിൽ ഈ കേസിലാണെങ്കിലോ വീണ്ടും അബ്സോർബിങ് എന്ന് പറയും. ഈ കേസിലാണെങ്കിൽ ഡെലിവറിങ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താ അതിൻ്റെ ഒരു ഡിഫറൻസ്. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ 288 വാട്ട്സ് ആണെങ്കിൽ നമുക്ക് കിട്ടിയ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോകാം. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ട് ബിറ്റ്വീൻ പോയിന്റ് എ ആൻഡ് ബി. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോയിന്റ് എ ആൻഡ് ബി. ഇതെങ്ങനെയാണ്, വി എ, പിന്നെന്താ മൈനസ് പ്ലസ് ആകുമ്പോൾ പ്ലസ് ചെയ്യാം. ഓക്കെ, 6, പിന്നെന്താ 2ഉം 10ഉം സീരീസ് ആകുമ്പോൾ 12 ഒന്നും. ഓക്കെ, അതെങ്ങനെയാണ്, പ്ലസ് മൈനസ് ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ 12 × 10 120. ഓക്കെ, മൈനസ് വി ബി ഈക്വൽ ടു 0. അപ്പോൾ എന്ത് ചെയ്യുക, വി എ മൈനസ് വി ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി, 120 - 6 എന്ന് കിട്ടി, 114 എന്ന് കിട്ടി. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട്, 114. സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിറോട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഹൗ മെനി ലൂപ്സ് ആൻഡ് മെഷസ് ആർ ദർ ഇൻ ദ സർക്യൂട്ട് ഗിവൺ ബിലോ. ഹൗ മെനി ലൂപ്സ് ആൻഡ് ഹൗ മെനി മെഷസ് ആർ ഇൻ ദ ലൂപ്പ് ഇൻ ദ സർക്യൂട്ട് ഗിവൺ ബിലോ. ഹൗ മെനി ലൂപ്പ് ആൻഡ് മെഷസ്. അപ്പോൾ നമുക്കറിയാം എന്താ മെഷ് എന്ന് പറഞ്ഞാൽ എന്താ, എവറി മെഷസ് ആർ ലൂപ്പ് ബട്ട് എവറി ലൂപ്സ് ആർ നോട്ട് മെഷ്. അപ്പോൾ അത്ര മെഷ് എന്ന് പറഞ്ഞാൽ അത്ര 2 മെഷേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഒരു മെഷ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാവില്ല, ക്ലോസ്ഡ് പാത്ത് ഉണ്ടാവില്ല. അതിനാണ് നമ്മളെന്ന് പറയുന്നത് മെഷ് എന്ന് പറയുന്നത്. അപ്പം മെഷ് എന്ന് പറഞ്ഞാൽ അത്ര 2 മെഷ് വന്നു. ലൂപ്പ് എന്ന് പറഞ്ഞാൽ എത്ര വരും, 1, 2. അതേപോലെ എന്താ ഇതൊരു ലൂപ്പാണ് അല്ലേ. അപ്പോൾ എന്താ ലൂപ്പ് = 3 വരും. അപ്പോൾ നമ്മൾ ലൂപ്പും മെഷുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 ലൂപ്പും 2 മെഷും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, 3, 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അതായത് എന്താ, the open circuit voltage across the load is equal to 45 volt. Calculate the load voltage in volt when the maximum power is transferred to the circuit. ഓക്കെ, കാൽക്കുലേറ്റ് ദ ലോഡ് വോൾട്ടേജ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കറിയാം. അത് നമ്മളതിൻ്റെ ഇക്വലായിട്ട് നമ്മൾ വരച്ചാൽ എന്ത് ചെയ്യാം, ഇതാണ് നമ്മളുടെ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് VTH, ഇത് നമ്മുടെ VTH, ഇത് നമ്മളെന്ത് ചെയ്യാം RTH, ഇത് നമ്മളുടെ RL. എപ്പോഴാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാൻ ഒക്കെ തന്നെ എന്ത് ചെയ്യാം, RLൻ്റെ വാല്യൂ എന്തായിരിക്കണം, RTH ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ എന്താ RL = RTH. അപ്പോൾ അങ്ങനെ RL = RTH ആയാലാണ് എന്ത് മാക്സിമം പവർ ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് VTHൻ്റെ വാല്യൂ അന്നേരം എന്തായിരിക്കും, സോറി അന്നേരം ഇവിടെയുള്ള ലോഡ് വോൾട്ടേജ് VL എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, VTH / RTH പ്ലസ് RTH ഇൻറ്റു എന്ത് വരും, RTH എന്ന് വരും. ഓക്കെ, അപ്പോൾ RTH പോയി. അപ്പോൾ എന്താ VTH / 2. അപ്പോൾ VTH പറഞ്ഞാൽ എന്താ VOC ആണ് നമുക്കറിയാം, VOC / 2. VOC നമുക്ക് തന്നിട്ട് 45 വോൾട്ട്. അപ്പോൾ ആൻസർ 22.5 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സിമ്പിളായ ഒരു ക്വസ്റ്റൻ ആണ്, പെട്ടെന്ന് തെറ്റിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യും, VTH എന്ന് എഴുതും. ഒക്കെ അപ്പോൾ എന്താ 45 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, തെറ്റാണ്. VTH / 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അതുപോലെ P max ചോദിച്ചാൽ എന്ത് ചെയ്യാം, VTH² / 4 × RL എന്ന് പറഞ്ഞിട്ട് എഴുതും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് കറണ്ട് ഇൻ ആംപിയർ ത്രൂ ദ 3 ohm റെസിസ്റ്റർ. ഓക്കെ, 3 ohm റെസിസ്റ്റൻസിലേക്കൂടില്ല കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ്, നമുക്ക് V ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് നമുക്ക് V ആയിട്ട് എടുത്താൽ എന്ത് വരും, V - 35 / 2. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് എടുക്കാം, നമ്മളെല്ലാം ലീവിങ് ആയിട്ട് എടുക്കാം. ഓക്കെ, V - 35 / 2 പ്ലസ് V/3 പ്ലസ് V - 45 / 6 = എന്ത് വരും, 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക് LCM എത്ര എടുക്കാം, നേരത്തെ പറഞ്ഞാൽ 12 തന്നെ എടുക്കേണ്ടി വരും. 12 എടുക്കേണ്ടി വരില്ലേ. ഓക്കെ, 12 എടുക്കാം. അപ്പോൾ 12 എടുത്താൽ 6V - എത്ര, 6 × 35. അപ്പോൾ 35 × 6 എന്ന് പറഞ്ഞാൽ 210 വരും അല്ലേ. 210 പ്ലസ് 4V പ്ലസ് 2V - 90 = 0. 4 × 2 6 6 12. V = എന്ത് വരും, 300 എന്ന് വരും. അപ്പോൾ V = തരും 300 / 12 വരും. നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്, 3 ohm റെസിസ്റ്റർ. അപ്പോൾ I = എന്ത് വരും, 300 /
12 ഇൻറ്റു 3 എന്ന് വരും. അപ്പോൾ 100/12 വരും. 100/12 എന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി എന്ത് വരും? 100/12 എന്ന് വെച്ചാൽ 50/6 വരും. 50/6 പറഞ്ഞാൽ 8 something വരും. 8.3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സിമ്പിളായൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ ക്വസ്റ്റൻ കിട്ടാനും ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഫൈൻഡ് ദ തെവനിൻസ് ഇക്വലന്റ് റെസിസ്റ്റൻസ് നോം അക്രോസ് ദി ലോഡ് ടെർമിനൽസ് എ ആൻഡ് ബി. നമ്മൾ തെവനിൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യുക? വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ചെയ്യുക, കറണ്ട് സോഴ്സ് എന്ത് ചെയ്യുക? ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. അങ്ങനെ കറണ്ട് സോഴ്സ് ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 1 ഉം 1 ഉം 2 സീരീസ് വിത്ത് 2 1 ഉം 1 എന്താ സീരീസിലാണ്. അപ്പോൾ 2 ആയി. 2 പാരലൽ വിത്ത് 2 എന്ന് പറയുമ്പോൾ 1 ആയി. ബാക്കിയുള്ളതൊക്കെ എന്താ സീരീസ് ആയിട്ട് വന്നു. അപ്പോൾ 1 + 4 + 5 + 3 + 2 അപ്പോൾ 5 10 15 ആൻസർ. 15 ഓമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സിമ്പിളായൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, താങ്ക് യു.